സൗഹൃദം വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ അതിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പയ്ക്ക് അസുഖം ബാധിച്ചതിന് ശേഷമാണ്. അപ്പയെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ബെർലിനിലേക്ക് ഒരു ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോകേണ്ടി വന്നു. അന്ന് ഞങ്ങളുടെ കൂടെ ആര് വരും എന്ന ആശങ്കയിൽ ഞങ്ങൾ നിന്നപ്പോൾ തൻ്റെ എല്ലാ തിരക്കും മാറ്റിവെച്ച് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, മക്കളെ വിഷമിക്കണ്ട, ഞാൻ കൂടെ വരാം. അങ്ങനെ അദ്ദേഹം അപ്പയോടൊത്ത് ജർമ്മനി വരികയും അവിടെ അദ്ദേഹത്തിന് വേണ്ട എല്ലാ ശുശ്രൂഷകളും ഒരു സഹോദരനെ പോലെ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും. കൃപേഷിനെയും കൊന്ന നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് നേതാവിനെ, ആരെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് നിർമ്മിച്ചത്? ബോംബ് പൊട്ടി നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവർ പതുക്കെ ലൈൻ ഒന്ന് മാറ്റി. ഒരു സ്ഥാനാർത്ഥി വളരെ വികാരത്തോടെ വിഷമത്തോടെ മാധ്യമങ്ങളോട് പറയുന്ന കേട്ടു, എനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായി, ഒരു പ്രത്യേകതരം ക്ലിപ്പ് ഇറങ്ങി എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന കേട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞത് മാറ്റി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് അവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു അതുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കും.